ഒരു ഗംഭീര സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് ആ സ്ക്രിപ്റ്റിന് നീതി പുലർത്തുന്ന വിധത്തിൽ സിനിമ മേക്ക് ചെയ്ത് അത് വലിയ നല്ല ചിത്രമാക്കി മാറ്റി എന്നതുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. പലരും ആദ്യത്തെ സിനിമ നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ട് രണ്ടാമത്തെ പടങ്ങളിലൊക്കെ തലവത്തിന് പോയ ചരിത്രങ്ങളുണ്ട്. ഒരു നല്ല ഗംഭീര സംവിധായകനെ നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഒരു സിനിമയിൽ ഒരു സീനിൽ ഒരു ഫ്രെയിമിൽ അതിലെ മെയിൻ ക്യാരക്ടറിന് മാത്രമല്ല അതിൽ വരുന്ന സൈഡിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ വരുന്നവരും പോകുന്നവരും ഇവരുടെയൊക്കെ പെർഫോമൻസ് എല്ലാം അതുപോലെ നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് അതിനെ അളന്ന് മുറിച്ച് സ്ക്രീനിൽ കൊണ്ടുവരിക. അതുപോലെ അവിടെ പിന്നിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിങ്ങുകൾ, അതിൻ്റെ കണ്ടിന്യൂറ്റി, ഈ വക കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ശ്രദ്ധിച്ച് എടുക്കാൻ കഴിവുള്ള ഒരു ആളാണെങ്കിൽ അയാളുടെ സിനിമ കാണുമ്പോഴും നമുക്കത് ഭയങ്കരമായിട്ട് റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളൊരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുള്ള ഫീലില്ലാതെ നമുക്ക് അതിനകത്തായിട്ട് കയറി പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിതീഷ് സഹദേവ് ഒരു ഗംഭീര സംവിധായകൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ആദ്യത്തെ സിനിമ ഫാലിമി തന്നെ എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു. രണ്ടാം സിനിമയിലും അത് ആവർത്തിച്ചു എന്നുള്ളതാണ് ഈ മനുഷ്യ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് സൂ ഫ്രം സോ ഒരു കന്നഡ പടം നമുക്ക് ഇവിടെ നല്ല അത്യാവശ്യം ഓടിയതായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അത് കന്നഡയിലെ പശ്ചാത്തലമാണെങ്കിൽ പോലും ഇവിടെ നടന്നാൽ ഇത് തന്നെ ഇവിടുത്തെ ടെറൈനായിട്ട് നമുക്ക് അത് കണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റി. ഈ സിനിമയെ അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലെ ഒരു കഥയാണ്, ഒരു രണ്ട് കുടുംബങ്ങളുടെ കാര്യങ്ങളാണ് എന്ന് വെച്ചാലും ഇവിടെ നടക്കുന്ന സംഭവമായിട്ട് നമുക്ക് കാണാം. ഇത് ഇന്ത്യയിൽ എവിടെയുള്ള ആൾക്ക് കണ്ടാലും അത് അവരുടെ സ്ഥലമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്ത് ആ ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ള രീതിയിൽ ഉൾക്കൊണ്ട് എടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് ഈ പടം തലൈവൻ തമ്പി തലമയിൽ എനിക്ക് ഫീൽ ചെയ്തത്. ജീവയുടെ ഒരു തിരിച്ചുവരവ് എന്ന് നിസ്സംശയം പറയാം. നമ്മൾ ഒരു കൂട്ടം മലയാളികൾ ചേർന്ന് തമിഴർക്കൊരു പൊങ്കൽ ട്രീറ്റ് കൊടുത്തിരിക്കുകയാണ്. വരണ്ട് ഉണങ്ങി കിടക്കണ തമിഴ് പൊങ്കൽ തിയേറ്റർ രംഗത്ത് ഒരു ഉന്മേഷം കൊടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് തലൈവൻ തമ്പി തലമയിൽ. അപ്പോൾ ഈ പടം എനിക്കിഷ്ടപ്പെട്ടു. ഈ സിനിമ വളരെ ചെറിയ ഒരു സിനിമയാണ്, 2 മണിക്കൂർ പോലും ഇല്ല ഈ സിനിമ. വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും ലാഗടിപ്പിക്കാതെ പടപടയുന്ന കാര്യങ്ങൾ നമുക്ക് എൻഗേജിങ് ആയിട്ട് മുഴുവൻ കണ്ട് രസിച്ചിരിക്കാം. പക്ഷേ അത് തന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം ഈ സിനിമ കുറച്ചൊരു ലെങ്ത് വേണമായിരുന്നു. നമുക്ക് മിക്ക സിനിമകളും എന്തിനാണോ ഇത്ര ലെങ്ത് നീട്ടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് കണ്ട് മതിയായില്ല. ഇതിൽ കുറച്ചുകൂടി വേണമായിരുന്നു, കുറച്ചുകൂടി സമയം ഈ സിനിമ വേണമെന്നൊരു ഫീല് തന്നത്. അതിൻ്റേതായ കാരണങ്ങളുണ്ട്, അതിലോട്ട് ഞാൻ പറയാം. അതിനപ്പുറം ഈ സിനിമ തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിന് പോയി കാണാം, രസിക്കാം, ചിരിക്കാം. ഒരു സോഷ്യൽ സറ്റയറാണ്. സിനിമയിൽ നമ്മുടെ ജീവ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹം അടുത്ത ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതല്ല, അയാൾ ഭയങ്കരമായിട്ട് ജെന്യുവിനായിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. എല്ലാ ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ സ്വന്തം ആൾക്കാരെ പോലെ കണ്ട് പെരുമാറുന്ന ഒരു മാതൃകയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് നല്ല വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ആ ചടങ്ങുകളൊക്കെ അതിൻ്റെ ചിലവുകൾ ഞാൻ നോക്കാമെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കുന്ന, എല്ലാവർക്കും ധൈര്യം പകരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്നു. അതാണ് ഈ സിനിമ. അങ്ങനെ വളരെ കുറച്ച് സമയത്ത് തന്നെ ഇവരുടെ കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, ഒരു സൈഡിൽ ഇളവരസുണ്ട്, ഇളവരസിൻ്റെ കഥാപാത്രം ഇളവരസ്, ജീവയുടെ കഥാപാത്രം ജീവ, ഇപ്പുറത്ത് തമ്പിരാമയ്യുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറച്ച് കഥാപാത്രങ്ങൾ, ആൾക്കാരെയൊക്കെ ഗ്രാമം പരിചയപ്പെടുത്തി ഇങ്ങനെ വരികയാണ്. ഒരു കല്യാണം നടക്കാൻ പോവുകയാണ്. കല്യാണത്തിൻ്റെ ഒരു ഒരുക്കം നടന്ന് തകൃതിയായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് അവിടെ സംഭവിക്കുന്നു. ആ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കാം, അത് ഏച്ച് കെട്ടലല്ല. അത് ഇപ്പം അതിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നടന്നിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു സൈഡിൽ കൂടി ഒരു സംഭവം നമുക്ക് നടന്നിട്ടുണ്ടാവും. ഇതുപോലെ ഒരു പ്രധാന കാര്യം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കുന്നു. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയിൽ കാണിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്ത് പോകുമ്പോഴേക്കും കോൺഫ്ലിക്റ്റിനപ്പുറം വേറെ കോൺഫ്ലിക്റ്റ് വരുന്നു. അങ്ങനെ അത് കയറി അത് ഒരു അഴിയ കുരുക്കായിട്ട് മാറുമ്പം ഇത് അവസാനം തീരും എന്നത് ആ സിനിമയിൽ നമ്മുടെ ജീവ ടെൻഷൻ അടിച്ച് കാണുന്നത് പോലെ തന്നെ നമുക്കും ഇതെങ്ങനെ അവസാനിക്കും, ഇത് ഏത് വാക്കിന് പോകുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി വളരെ പെട്ടെന്ന് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ കോമഡി സറ്റയറൊക്കെ വരുന്നുണ്ട്. കോമഡി ഒരു എക്സ്ട്രീം ലെവൽ കോമഡി ഒന്നുമില്ല. ഒരു സംഭവം ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഊക്കുണ്ട്. ഇവിടെ ആൾക്കാരെയും ഇവിടുത്തെ ജീവിതവും അമേരിക്കയുടെ ജീവിതവും വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്, അത് പ്ലേസ് ചെയ്ത ആ ഒരു ഫ്രെയിമിങ്ങും ആ ഒരു കാഴ്ചയും അതെന്ത് തോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് ആ ഒരു ഡയലോഗ് കൊണ്ടിട്ട് ഞാൻ കുറേ നേരം തിയേറ്ററിൽ ഇത് ചിരിക്കുകയായിരുന്നു. അതിനുശേഷം വരുന്ന സീനുകളെല്ലാം കണ്ടിട്ട് ഞാൻ ഇത് വെച്ചിട്ടങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആർക്കും അങ്ങനെ വലിയ ചിരിയായിട്ട് എനിക്ക് തോന്നില്ല, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അത് പ്ലേസ്മെൻറ്റ് ഗംഭീരമായിരുന്നു. അങ്ങനത്തെ കുറേ പൊട്ടിച്ചിരി മൊമെൻറ്റ്സ് ഇതിൽ മിസ്സിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഫസ്റ്റ് ആക്റ്റായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിടുന്നുണ്ട്. ആ സെറ്റപ്പ് കിടിലുമായിരുന്നു. ധാരാളം ഒരു സിനിമയ്ക്ക് എത്ര ലെവൽ വരെ പോകാനുള്ള ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിന് പേ ഓഫ് കൊടുക്കണമല്ലോ. ഈ പേ ഓഫ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ടുപേരുടെ ഈഗോ ക്ലാഷ്, അവർക്ക് പരസ്പരം അത് തീർക്കണം, കലിപ്പ് എന്നുള്ള മോഡിൽ വരുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കാണിച്ച് അതിനൊരു എക്സ്ട്രീം ലെവൽ വരെ കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ ഒരു അവസാനം എന്നുള്ള സാധനം പ്രതീക്ഷിക്കുമ്പോഴേക്കും അത് കുറച്ച് പെട്ടെന്ന് തന്നെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞ് കാണിച്ച്
വളരെ ചെറിയ രീതിയിൽ സേഫ് ലാൻഡ് ചെയ്തു എന്നതാണ് എനിക്ക് പറ്റിയ ഒരു പരാതി. എനിക്കിതിലുള്ള പരാതി. അതിനെ ഒരു നെക്സ്റ്റ് ലെവലിൽ കൂടി കൊണ്ടുപോയി ഒരു പൊട്ടിച്ചിരി ഉണ്ടാക്കി, ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കി, ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയൊക്കെ ആ ഒരു റേഞ്ചിൽ പോകാൻ പറ്റുന്ന സാധനം ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇത് പോയി ഓവറായി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് വളരെ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഈ സിനിമ കൊണ്ട് തീർത്തിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സാധ്യത ഒരുപാടുണ്ടായിരുന്നു, അത്രയും ഉപയോഗിച്ചില്ല എന്നൊരു പരാതി എനിക്കുണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും ഒരു നഷ്ടബോധമില്ലാത്ത ഒരു നല്ലൊരു തിയേറ്റർ വാച്ച്, നമ്മളെ സമയത്തിനും എല്ലാത്തിനും വില തന്നിട്ടുള്ള നമ്മുടെ ഇമോഷൻസ്, ഒരു ചെറിയ ഇമോഷണൽ ട്രാക്ക് ഇതിനകത്ത് പോകുന്നുണ്ട്. ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അവർക്കെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പേസ്, ഒരു ക്യാരക്ടർ ആർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഒരു കല്യാണ പയ്യൻ പെണ്ണിനൊക്കെ ചുമ്മാ സൈഡിൽ ഇട്ടിക്കും പോലെ നമുക്ക് ഫീൽ ചെയ്താലും അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അവിടെ സംസാരിക്കാനുണ്ട്. അത് ഗംഭീരമായിട്ട് അവൾ ചെയ്തിട്ടുണ്ട്. ഒരു കല്യാണ പയ്യൻ വരുന്നുണ്ട്, ആ പയ്യൻ അവനെ ക്രിഞ്ചനായിട്ട് അവതരിപ്പിച്ചാൽ പോലും അവൻ്റെ ഇമോഷനിലൂടെ നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നുണ്ട്. അത് കിടിലായിരുന്നു. അത് കിടില ക്യാരക്ടറൈസേഷനാണ് കേട്ടോ. നമ്മൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു കോമഡി പീസ് പോലെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവനൊരു സാധനമുണ്ട്, എല്ലാവർക്കും ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, എല്ലാവർക്കും ഒരു പ്രാധാന്യമുണ്ട് എന്ന് കാണിച്ചതിന് ഒരു നല്ലൊരു തോട്ട് സിനിമയുടെ പുറകിലുണ്ട്. പ്രാർത്ഥന നന്ദനാണ് ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ജീവ കുറേ വർഷത്തിന് ശേഷം ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജീവിയെ കാണാൻ പറ്റി. ജീവയുടെ ഒരു വൺ മാൻ ഷോ ഒന്നുമല്ല, ജീവയാണ് സെൻട്രൽ ക്യാരക്ടർ. പക്ഷേ എന്നാലും വരണവർക്കും പോണവർക്കും എല്ലാം ഇഷ്ടംപോലെ സ്പേസ് ഞാൻ പറഞ്ഞില്ലേ സിനിമയിലേക്കകത്തുണ്ട്. അതുപോലെ ജെൻസൺ ദിവാകർ ആണ് ജീവയ്ക്ക്. ഇവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഒരു പൊളിറ്റീഷ്യൻ കാണുമല്ലോ. അപ്പോൾ ഈ ഇതുപോലെ കല്യാണത്തിനും ചടങ്ങിനുമൊക്കെ വന്ന് ഷോ കാണിച്ചത് അതിനനുസരിച്ച് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അയാളെ കുറേ കുത്തിത്തിരിപ്പ് പരിപാടിക്ക് രസമുണ്ടായിരുന്നു. പിന്നെ സർജിൻ കുമാർ എന്നൊരു പയ്യുണ്ട്. അവൻ ഈ കന്യാകുമാരി സൈഡിലുള്ള ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറയാൻ പറ്റില്ല, എന്താണ് ഈ ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറഞ്ഞാൽ നീട്ടൽ സംസാരം ഉണ്ടല്ലോ, എന്താടാ ഇങ്ങനെ പറഞ്ഞ കളിയാക്കല്ലേ. ഇതിൻ്റെ തമിഴ് ഇതുപോലെ തമിഴ് സംസാരിക്കുന്ന കുറച്ച് പേര് കന്യാകുമാരിയിലുണ്ട്. ആ സ്ലാങ് പൊട്ടി ഈ ചെറുക്കം തുറന്നാൽ ചിരിയാണ്. അന്യായ പെർഫോമൻസ് അവൻ്റെ ഓരോ ഡയലോഗ്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കിടില സാധനങ്ങളാണ് അവൻ്റെ ഡയലോഗുകളാണ് സംസാരിക്കുന്നത്. പക്ഷേ അവൻ്റെ സ്ലാങ് ഇതായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒരു ചിരി വരുന്നുണ്ട്. സുഭാഷ് കണ്ണൻ, ഞാൻ പറഞ്ഞ പയ്യൻ, അവൻ കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല ക്യാരക്ടർ. പിന്നെ അമിത് മോഹനുണ്ട്, നമ്മൾ മലയാളിയായിട്ടുള്ള ഒരു ഇടംകൈ ക്യാരക്ടർ, വലങ്കൈ ക്യാരക്ടർ. പിന്നെ അനുരാജ് ഗോപി ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട്, പുള്ളിക്കാരൻ ഇതിൽ എഴുതിയിട്ടുമുണ്ട്. അനുരാജ് എല്ലാവരും അവരുടെ റോൾ, അവരൊക്കെ തമിഴ് ഡബ് ചെയ്തിട്ട് വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയാനുള്ളത് വിഷ്ണു വിജയുടെ സ്കോറെ. വിഷ്ണു വിജയ്ക്ക് തമിഴിൽ ഒരു വലിയൊരു വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ചെറുങ്ങനെ തൂക്കും, കാരണം അമ്മാതിരി സാധനമാണ്. ഇപ്പോൾ പാട്ടാണെങ്കിലും അതുപോലെ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഈ സിനിമ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷേ ഒരു ഇമോഷണൽ ലെയർ അതിനകത്തുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന സ്കോർ, അത് നമുക്ക് ആ ഫീല് എത്രത്തോളം ഫീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത്രയും ഫീൽ ചെയ്യുന്ന രീതിയിൽ അയാൾ പാട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് വിഷ്ണു വിജയ്. പിന്നെ മറ്റേ ഫാലിമിന ടീം ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ബബ്ലു അജു, അല്ല എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് പയ്യെ നമ്മളെ ചെറുക്കൈ അർജുൻ ബാബു. പിന്നെ അതുപോലെ വിഷ്ണു സുജാതൻ്റെ സൗണ്ട് മിക്സിങ്, ശങ്കരൻ AS, സിദ്ധാർത്ഥൻ. ഒരുപാട് മലയാളികളാണ്, ഇതെല്ലാം മലയാളികൾ. ഇത് മലയാളത്തിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജാനേമൻ പോലെ ഇരിക്കുന്നു, വസര സമേതം ബന്ധുമിത്രാദികൾ പോലെ ഇരിക്കുന്നു. മറ്റേ നമ്മുടെ ഇവിടെ ഉള്ളമാർ ചിലപ്പം എല്ലാം പറയാം. അതുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിൽ പോയി എടുത്തത്. അവർക്കത് ഒരു ഫ്രഷ് സാധനമായിരിക്കും. നമുക്കിവിടെ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് പൊങ്കലിന് സുഖമായിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് രസിച്ച് വരാം. അത് ഷുവർ ഷോട്ടായിട്ടും പൊങ്കൽ വിന്നർ ആയിരിക്കുമെന്നാണ് എനിക്ക് സാധ്യത. ഞാൻ മറ്റേ പരാശക്തി കണ്ടിട്ടില്ല, മൊത്തത്തിലൊരു തണുത്ത അവസ്ഥയാണ് അതിന്. അതുകൊണ്ട് എനിക്കത് അത്ര ഇത് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ട് പറയാം. ഇപ്പം ഈ ബാക്കി 2 പടം കണ്ടത് വെച്ചിട്ട് ഇത് തന്നെയാണ് തമിഴ് ഓഡിയൻസിൻ്റെ, ഫാമിലി ഓഡിയൻസിൻ്റെ തിയേറ്ററിൽ പോയി 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പടമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ മറ്റേ അങ്ങേരുണ്ട് കേട്ടോ, മറ്റേ മലയാള സിനിമയിലേക്ക് സ്ഥിരം നക്സലൈറ്റ് ആയിട്ട് പറഞ്ഞ ഒരു അപ്പുണ്ടല്ലോ, അങ്ങേര് നല്ല സ്വാഗ് കേട്ടോ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഡയലോഗ് ഡെലിവറിയൊക്കെ ഒരു നോട്ടോ സാധനമൊക്കെ കിട്ടുന്ന സ്വാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങേരെ ഒരു ഗ്യാങ് ഉണ്ട്, അതും കോമഡി ആയിരുന്നു. ആകെ മൊത്തത്തിൽ 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള, ആദ്യം വലിപ്പിക്കാത്ത, ഒരുപാട് രസക്കാഴ്ചകളുള്ള, എന്നാൽ കുറച്ചുകൂടിയൊക്കെ കോമഡി, കുറച്ചുകൂടി പൊട്ടിച്ചിരിപ്പിക്കുന്ന സ്ലാപ്സ്റ്റിക് സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി ഉൾക്കൊള്ളിക്കാം, ബ്ലാക്ക് ഹ്യൂമർ ഉൾക്കൊള്ളിക്കാം എന്നൊക്കെ എനിക്ക് തോന്നിപ്പിച്ച്, എന്നാൽ തിയേറ്ററിൽ ഒട്ടും മോശമല്ലാത്ത എക്സ്പീരിയൻസ് തന്ന, ഒരു വൈബ് തന്ന ഒരു നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് TTT അനുഭവപ്പെട്ടത്. എന്തരാ വരട്ടെ.